നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ആദ്യം. ചന്ദ്രാപിന്നി കണ്ണനാങ്കുളം ക്ഷേത്രത്തിൽ മോഷണം. പെരിഞ്ഞനം സെയ്തുമ്മ മെമ്മോറിയൽ ആയുർവേദ സബ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. വോളിബോളിൽ ചന്ദ്രാപിന്നി SN വിദ്യാഭവന് ഇരട്ട കിരീടം. വാർത്തകളിലേക്ക് വിശദമായി. ചന്ദ്രാപിന്നി കണ്ണനാങ്കുളം മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ നടപ്പുരയിലെ ഭണ്ഡാരവും ക്ഷേത്രസമിതി ഓഫീസും കുത്തിത്തുറന്നിട്ടുണ്ട്. ഭണ്ഡാരത്തിലുണ്ടായിരുന്ന നോട്ടുകൾ മാത്രമാണ് മോഷ്ടാവ് എടുത്തിട്ടുള്ളത്. നാണയങ്ങളും വെള്ളി വഴിപാടുകളും ഉപേക്ഷിച്ച നിലയിലാണ്. സമിതി ഓഫീസ് കുത്തിത്തുറന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 7000 രൂപയും കവർന്നിട്ടുണ്ട്. പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ കഴകം ജീവനക്കാരൻ ഹെൽമറ്റും കോട്ടും ധരിച്ച ഒരാളെ കണ്ടെങ്കിലും ജീവനക്കാരനെ ഭയപ്പെടുത്തി മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ സമിതി ഓഫീസിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കളവ് നടന്നുണ്ട്. അവരപ്പോൾ അദ്ദേഹത്തിനെ കണ്ടിരുന്നു. ആൾ ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ച കാരണം ആളെ മനസ്സിലായില്ല. ഒരു അസഭ്യം പറഞ്ഞ് പോവുകയും ചെയ്തു. ഉടനെ ആൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ട് ചേട്ടാ, ഞാനും പേടിച്ചു പോയി എന്ന് പറഞ്ഞു. പിന്നെ തുടർന്ന് കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചു. നമ്മുടെ ദേവസ്വം ഓഫീസർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സമിതി ഓഫീസിൽ ഏകദേശം ഒരു 6775 രൂപ 50 പൈസ ഉണ്ടായിരുന്നു. സമിതി ഓഫീസ് കുത്തിപ്പൊളിച്ചിട്ടുണ്ട്, അലമാരയും കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. കൂടുതലും നടക്കലെ ഭണ്ണാരം വിളിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 3-നാണ് ഭണ്ഡാരം ക്ഷേത്രം അധികൃതർ തുറന്നത്. ഏകദേശം 50,000-ഓളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ക്ഷേത്രത്തിലെ CCTV ഓഫ് ചെയ്ത നിലയിലാണ്. സംഭവമറിഞ്ഞ് കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ സെയ്തുമ്മ മെമ്മോറിയൽ ആയുർവേദ സബ് സെന്ററിന്റെ ഉദ്ഘാടനം ബെന്നി ബെഹനാൻ MP നിർവഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA മുഖ്യാതിഥിയായി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയത്തങ്ങൾ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, വാർഡ് മെമ്പർ CP ഉല്ലാസ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് റഫീഖ്, ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഷംല പടിയത്ത്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ NR ഹർഷകുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. 9-ാം വാർഡിൽ താമസിക്കുന്ന മതിലകത്ത് വീട്ടിൽ മൊയ്തു, ബീരാവു, സെഫിയ എന്നിവർ വിട്ടുനൽകിയ ഭൂമിയിൽ ബെന്നി ബെഹനാൻ MPയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആയുർവേദ സബ് സെന്ററിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ചടങ്ങിൽ ഭൂമി വിട്ടുനൽകിയ മതിലകത്ത് വീട്ടിൽ മൊയ്തുവിനെ ആദരിച്ചു. അതുപോലെ തന്നെ മോഡേൺ മെഡിസിനും ഹോമിയോപ്പതിയും എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ആയുർവേദ ചികിത്സയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. വളരെ പ്രസിദ്ധമാണ് കേരളത്തിലെ ആയുർവേദ ചികിത്സയും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ആധുനികമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരു സബ്സെന്ററിൽ നമുക്ക് ലഭിക്കില്ല എങ്കിൽ പോലും നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് പരമ്പരാഗതമായ ആളുകൾ ആശ്രയിക്കുന്ന, വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു മെഡിക്കൽ വിങ്ങാണ് ആയുർവേദം. അങ്ങനെ ഒരു ആയുർവേദ സെന്റർ വരുമ്പോൾ അതിന് ഒത്തിരി പ്രാരാബ്ദങ്ങളുണ്ടാവും. ഒരു ആയുർവേദ സെന്റർ വന്നു എന്ന് വിചാരിച്ച ഡോക്ടർമാരുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇനി നമുക്ക് നേടിയെടുക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹനം പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകളും വളവും വിതരണം ചെയ്തു. എടത്തിരുത്തി കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ KA മേഘ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ PH ബാബു, PA ഷമീർ, ഹേന രമേശ്, ഷൈജ ഷാനവാസ്, സജീഷ് സത്യൻ, ചന്ദ്രാപിന്നി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹരിലാൽ മാണിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ കൗമാരപ്രായക്കാരായ വിദ്യാർത്ഥികൾക്ക് പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തു. വാർഡ് തലത്തിൽ പരിശോധനാ ക്യാമ്പ് നടത്തിയാണ്
അനീമിക് ആയവരുടെ നിർണയം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തപതി കെ.എ. അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ, ജനപ്രതിനിധികളായ മണി ഉണ്ണികൃഷ്ണൻ, ബി.കെ. മണിലാൽ, അനിത കാർത്തികേയൻ, അജ്മൽ ഷെരീഫ്, രശ്മി ഷിജോ, അനിത ത്രിദീപ് കുമാർ, ഷൈൻ നെടിയിരിപ്പിൽ, ICDS സൂപ്പർവൈസർ ജസീറ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുബൈർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പ്രതിരോധ പദ്ധതിയാണ്. തീർച്ചയായിട്ടും ഇന്നത്തിന് ശേഷം അടുത്ത ഭരണസമിതിയുടെ കാലയളവിൽ എല്ലാ വർഷവും ഈ പദ്ധതി ഉൾപ്പെടുത്താനാണ് ഭരണസമിതിയുടെ തീരുമാനം. നമ്മുടെ HB12 ആവേണ്ട പ്രത്യേകതയും അതിൻ്റെ ആവശ്യകതയും നമ്മുടെ LHI സുമ സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരും. നമ്മുടെ കൗമാരക്കാരായ കുട്ടികൾക്ക് അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്കും ഉൾപ്പെടെ നമ്മൾക്ക് HB-യുടെ കൗണ്ട് 12 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ താഴെ വരുമ്പോഴാണ് നമ്മൾ അനീമിക് ആവുന്നത്, ആ രീതിയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനൊരു പ്രതിരോധ പരിപാടി നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും 3 മാസ കാലയളവിലേക്കാണ് നമ്മൾ ഈ അനീമിക്കായി കണ്ടെത്തിയ വിദ്യാർത്ഥികൾക്കുള്ള ആദ്യഘട്ട ഈ ഒരു പോഷകാഹാര കിറ്റ് വിതരണം. KV പീതാംബരൻ മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. ഡോക്ടർ സുഭാഷിണി മഹാദേവന്റെ വീട്ടുമുറ്റത്ത് സംഘടിപ്പിച്ച വീട്ടുമുറ്റ സദസ്സിൽ കവിയരങ്ങ്, പാട്ടരങ്ങ്, ഗ്രന്ഥശേഖരണം, അനുമോദനം, മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്നിവ നടന്നു. കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ വീട്ടുമുറ്റ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അവിടെ ഞാൻ കണ്ടൊരു സ്വഭാവവിശേഷം, ഈ വീട്ടുതൊഴിലാളികൾ പത്രം വായിക്കുന്നതാണ് എല്ലായിടത്തും കേട്ടിട്ടുള്ളത്. പക്ഷേ അവിടെ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നോവലും മറ്റ് സാഹിത്യകൃതികളൊക്കെ വായിച്ചിരുന്നു. അന്ന് തുടങ്ങിയ ബന്ധമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. നമ്മളിങ്ങനെ ഒരു വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു നീണ്ട പ്രഭാഷണം നടത്തുക എന്നുള്ളത് ഇത്ര കണ്ട ഔചിത്യമാണെന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിൽ പോലും കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം, ചർച്ച ചെയ്യാം. ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു രൂപമായിട്ട് തന്നെ കണക്കാക്കരുത്. പ്രധാനമായിട്ടും ഇത്തരം സദസ്സുകളിൽ ഇവിടെ ചെയ്തതുപോലെ തന്നെ കവിതകളും പാട്ടും സംഗീതവും വർത്തമാനവും കഴിയാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കലാരൂപങ്ങളുടെ അവതരണവും, ഞങ്ങളെപ്പോഴും നിർബന്ധിക്കാറുള്ള ഒരു സംഗതി ചെറിയൊരു ഭക്ഷണവും. ലൈബ്രറി സെക്രട്ടറി MA ഹാരിസ് ബാബു അധ്യക്ഷനായി. കവി C രാവുണ്ണി കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി KA വിശ്വംഭരൻ, ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MR ദിനേശൻ, ശാന്തി ഭാസി, TK ചന്ദ്രബാബു, PI സജിത, പുരോഗമന കലാസാഹിത്യ സംഘം നാട്ടിക മേഖലാ പ്രസിഡന്റ് അരവിന്ദൻ പണിക്കശ്ശേരി, KC സുധ, ചാക്കോ D അന്തിക്കാട്, CG രേഖ, TD വിനീത, ആഷത്ത് മുഹമ്മദ്, സഖീല ഫൈസൽ, തുളസി, BR ഷിജിത്ത്, AS ജുബുമോൻ, ശിവദാസ് കരുപ്പയിൽ തുടങ്ങിയവർ സംസാരിച്ചു. വോളിബോളിൽ ചന്ദ്രാപിന്നി SN വിദ്യാഭവന് ഇരട്ട കിരീടം. ജില്ലാ CBSE സ്കൂൾസ് സെൻട്രൽ സഹോദയ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ ചന്ദ്രാപിന്നി SN വിദ്യാഭവനിൽ നടത്തിയ വോളിബോൾ ടൂർണമെന്റിൽ ഇരുവിഭാഗത്തിലും ഹോളി ഗ്രേസ് സ്കൂൾ മാളയെ പരാജയപ്പെടുത്തി SN വിദ്യാഭവൻ കിരീടം ചൂടി. സമാപന സമ്മേളനത്തിൽ SNENC ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി MS പ്രദീപ്, സ്കൂൾ പ്രിൻസിപ്പൽ യാമിനി ദിലീപ്, ജോയിന്റ് സെക്രട്ടറി ഡാനിഷ്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സുദീപ് കുമാർ, പ്രധാന അധ്യാപിക സുലജ NK എന്നിവർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അധ്യാപകരായ ഉണ്ണികൃഷ്ണൻ BU, ദീപ TK, ബിജു IB, നാസർ PH എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം കാണാം. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി,
എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി? സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, ത്രിപുര. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, ത്രിപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം ജനറൽ വിഭാഗത്തിലുള്ള വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം പടിയം SC വ്യാവസായിക കേന്ദ്രത്തിൽ വെച്ച് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു അധ്യക്ഷയായി. ICDS സൂപ്പർവൈസർ സൂര്യമോൾ TS, 15-ാം വാർഡ് മെമ്പർ സരിത സുരേഷ്, വൈസ് പ്രസിഡന്റ് സുജിത് PS, വാർഡ് മെമ്പർമാരായ ലീന മനോജ്, മിൽന സ്മിത്ത്, മിനി ചന്ദ്രൻ, രഞ്ജിത് കുമാർ TP, അനിത ശശി, ശാന്ത സോളമൻ എന്നിവർ സംസാരിച്ചു. കട്ടിൽ വിതരണമാണ്, ജനറൽ വിഭാഗത്തിനുള്ള കട്ടിൽ വിതരണമാണ് നമ്മളിന്നിവിടെ നടത്തുന്നത്. നമുക്കറിയാം, വയോജനങ്ങൾക്ക് SC വിഭാഗത്തിനും ജനറൽ വിഭാഗത്തിനും നമ്മൾ പദ്ധതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രാമസഭയിൽ എഴുതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ വിതരണം ചെയ്യുന്നത്. അത് മാർക്ക് ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അർഹതയുള്ള ആളുകളെ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ അപേക്ഷ വന്ന ആളുകളിൽ നിന്ന് ഏറ്റവും അർഹതയുള്ളവരെ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വിതരണം നടത്തുന്നത്. നമുക്കറിയാം, പലരും എഴുതി കൊടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അടുത്ത നമ്മളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് ആനുകൂല്യം കിട്ടുന്നതായിരിക്കും. ഇപ്രാവശ്യം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമമൊന്നും വിചാരിക്കേണ്ട. അടുത്ത പ്രാവശ്യമായിട്ട് നമ്മൾ പദ്ധതി വയ്ക്കും. അപ്പോൾ അതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് 54 ഗുണഭോക്താക്കൾക്ക് നമുക്ക് ഇത് കൊടുക്കാൻ സാധിക്കുള്ളൂ. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള വലപ്പാട് ചിത്ര സെന്ററിലെ ജനകീയ ആരോഗ്യ കേന്ദ്രം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു സബ് സെൻ്റർ തുടങ്ങുന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും നമ്മുടെ ഇവിടെ ഗ്രാമത്തിലുള്ള പലരും എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷെ അത് ആവശ്യപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതൊന്നും ഉഷാറാക്കി ഒരു കെട്ടിടം പണിയുക എന്നുള്ളൊരു നിർദ്ദേശമാണ് ജനങ്ങളുടെ താല്പര്യമുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്ലോക്ക് ഇപ്പം മലിയേച്ച് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ മേക്കിട്ട് കയറും. അത് പറഞ്ഞിട്ട് പോകാമെന്ന് തോന്നി. എന്നോട് പറയേണ്ടായി, ബ്ലോക്കിൽ കുറച്ച് പൈസ നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മലിയേച്ചോട് സാധാരണ പറയുന്ന പോലെ നിങ്ങളുടെ പൈസ ഒന്നും വേണ്ട, അത് നമ്മുടെ ഈ പറയുന്ന ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഞാൻ പണിയുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാം എന്ന് പറയുകയുണ്ടായി. അപ്പോഴാണ് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ, നമ്മുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രസിഡന്റ് പറയുകയുണ്ടായി. അതിലുപരിയായി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? നമ്മുടെ ഈ ഗ്രാമം പറയുമ്പോൾ ഗ്രാമത്തിൻ്റെ പടിഞ്ഞാറൻ മേഖല, കടൽ തീരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പടിഞ്ഞാറൻ മേഖല. MLAയുടെ ആസ്തി വികസന ഫണ്ട് 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് BR ജിത്ത്,
ബ്ലോക്ക് ക്ഷേമകാര്യ ചെയർപേഴ്സൺ മല്ലിക ദേവൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ തപതി കെ എ, ജ്യോതി രവീന്ദ്രൻ, ജനപ്രതിനിധികളായ എം എ ഷിഹാബ്, ഇ പി അജയ് ഘോഷ്, മണി ഉണ്ണികൃഷ്ണൻ, രശ്മി ഷിജോ, അനിത കാർത്തികേയൻ, വൈശാഖ് വേണുഗോപാൽ, ഷൈൻ നെടിയിരിപ്പിൽ, DPM സജീഷ് കുമാർ, സൂപ്രണ്ട് രാജേഷ്, ആരോഗ്യ പ്രവർത്തകർ, സ്ഥലം വിട്ടു നൽകിയ അടിപ്പറമ്പിൽ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. താന്യം പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി കുറ്റപത്ര യാത്ര നടത്തി. കിഴിപ്പുള്ളിക്കരയിൽ നിന്ന് ആരംഭിച്ച വാഹന പ്രചരണ യാത്ര DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA ഷൌക്കത്ത് അലി മുഖ്യപ്രഭാഷണം നടത്തി. NS അയൂബ്, VK പ്രദീപ്, VK സുശീലൻ, ആൻഡോ തുറയൻ, രാമൻ നമ്പൂതിരി, CR രാജൻ, ബെന്നി തട്ടിൽ, KN വേണുഗോപാൽ, മിനി ജോസ്, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഗ്രീന പ്രേമൻ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയ് ആന്റണി, പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലൂയിസ് താണിക്കൽ എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിൽ നടത്തിയ സമാപന സമ്മേളനം അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. നിസാർ കുമ്പങ്കണ്ടത്ത്, പ്രമോദ് കണിമംഗലത്ത്, ഗോപാലകൃഷ്ണൻ, വിൻസെന്റ് കുണ്ടുകുളങ്ങര, ബിന്ദു ശരവണൻ എന്നിവർ നേതൃത്വം നൽകി. 40 വിഷയങ്ങൾ ഒരേപോലെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ 40 വർഷത്തിലധികമായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഈ താന്യം ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ കുറ്റവും കുറവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ ജാഥ കടന്നു വന്നത്. ഈ വന്ന ജാഥയ ഏകദേശം 140 പരം ഗ്രാമീണ റോഡുകളിലൂടെയാണ് ജാഥ കടന്നു വന്നത്. 140 പരം ഗ്രാമീണ റോഡുകൾ തകർന്ന് തരിപ്പണമായി, യാത്ര ചെയ്യാൻ കഴിയാതെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതിനോട് ചേർന്നുള്ള മുഴുവൻ കലുങ്കുകളും കാനകളും പൊട്ടിപ്പൊളിഞ്ഞും വെള്ളം കയറിയും മുഴുവൻ പ്രദേശങ്ങളും കാട് പിടിച്ചും കിടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതാണ് ഒരു പഞ്ചായത്തിൻ്റെ വികസന നേട്ടം എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ അവസരം ആദ്യമായി വിനിയോഗിക്കുകയാണ്. 5 വർഷക്കാലം എന്നുള്ള ഒരു വർഷം ഏകദേശം നമുക്കറിയാം 1400 ദിവസങ്ങൾക്കപ്പുറമുള്ള ദിവസങ്ങൾ ഈ ഗ്രാമപഞ്ചായത്ത് ഭരിച്ച CPM-ഉം CPI-യും എന്താണ് ഈ ഗ്രാമപഞ്ചായത്തിൽ ഈ 5 വർഷക്കാലം ചെയ്തത് എന്നുള്ളത് ഞങ്ങൾ ചോദിക്കുകയാണ്. ഒരു തരത്തിൽ പോലും ഒരു വികസനം നടത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ അന്തിക്കാട് പഞ്ചായത്തിലെ വിവിധ റോഡുകൾ വെള്ളത്തിലായി. അന്തിക്കാട് മേനോൻ ഷെഡിന് പടിഞ്ഞാറ് പോകുന്ന റോഡും മേനോൻ ഷെഡിന് കിഴക്ക് വാമനമൂർത്തി ക്ഷേത്രത്തിലേക്ക് ഉൾപ്പെടെ പോകുന്ന റോഡുമാണ് പ്രധാനമായി വെള്ളക്കെട്ടിൽ അമർന്നത്. ഈ 2 റോഡുകളിലും നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. റോഡ് പൂർണ്ണമായും തകർന്നതിനാൽ മഴ പെയ്ത് വെള്ളം നിറയുന്നതോടെ റോഡിനടിയിലെ കുണ്ടും കുഴികളും അറിയാതെ നിരവധി ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും വീണ് അപകടത്തിൽപ്പെടുന്നുണ്ട്. ഇരു റോഡുകളിലും കാലങ്ങളായി വെള്ളക്കെട്ട് രൂക്ഷമാണ്. റോഡിനരികിലൂടെ നടന്നു പോകാൻ പോലും പറ്റാത്ത വിധത്തിലാണ് റോഡിൽ വെള്ളക്കെട്ടുള്ളത്. കാൽനട യാത്രക്കാർക്ക് ഈ ചെളിവെള്ളത്തിലൂടെ നീന്തി വേണം യാത്ര ചെയ്യാനെന്ന അവസ്ഥയിലാണ്. മേനോൻ ഷെഡിന് കിഴക്കുള്ള റോഡിന്റെ തുടക്കത്തിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമായി കോൺക്രീറ്റ് ചെയ്ത് ടൈൽ വിരിച്ചിരുന്നു. ഇത് അശാസ്ത്രീയമാണെന്നും റോഡിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇത് ഒരു മാൻമെയ്ഡ് വെള്ളക്കെട്ടാണ്. സത്യത്തിൽ ഇവിടെ 10 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റ് ഇവിടെ ടയൽ വിരിച്ച് ശരിയാക്കി. പക്ഷെ അതിൻ്റെ ഡ്രെയിനെല്ലാം വളരെ ഉയർത്തിയിട്ടുകൊണ്ട് വെള്ളം ഒലിച്ചു പോകാണ്ടുണ്ടായ ഒരു വെള്ളക്കെട്ടാണത്. ഇത് ഇവിടുത്തെ ഭരണകൂടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെള്ളക്കെട്ടാണ്, അല്ലാതെ നാച്ചുറലായിട്ട് ഉണ്ടായിരുന്നതല്ല. മഴ പെയ്താലും ഇവിടെ നടക്കാൻ പറ്റില്ല, പുഴ നീന്തണം, നീന്തണം, ജോലിക്ക് പോകാനും പറ്റണില്ല. ഇതിപ്പോൾ പഞ്ചായത്ത് ഫണ്ട് വെച്ച് 8 ലക്ഷം രൂപ വെച്ച് നമ്മൾ കുഴി അടയ്ക്കുന്നത് മാത്രമല്ല അത് കോൺക്രീറ്റ് ചെയ്യുന്നതിനുള്ള നടപടികളെല്ലാം ആയി കഴിഞ്ഞിട്ടുണ്ട്. ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ ചെയ്ത് കഴിയേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ അത് മഴ കൂട്ടി പിടിച്ചതുകൊണ്ട് നമുക്ക് നീണ്ടുപോയതാണ്. ദുരിതം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പല അപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. എന്തായാലും നാട്ടുകാരെല്ലാവരും സഹകരിക്കാമെന്ന് മാത്രമേ എനിക്കിതിൽ പറയാൻ പറ്റുള്ളൂ. വേറൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് പണി തീർക്കുന്നുള്ളതാണ്. കാരമുക്ക് SNGS ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപകൻ പടിയ മൂത്തേടത്ത് ക്ഷേത്രത്തിന് സമീപം ചക്കാലപ്പറമ്പിൽ ചാത്തുണ്ണി മാസ്റ്റർ നിര്യാതനായി. 88 വയസ്സായിരുന്നു. മാലതിയാണ് ഭാര്യ. ബീന, ബിനി, ബിനോജ് എന്നിവർ മക്കളാണ്. മരുമക്കൾ മഹേന്ദ്രൻ, അനിൽ, ഷീനി. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9-ന് വീട്ടുവളപ്പിൽ നടത്തും. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ചന്ദ്രപിന്നി കണ്ണനാങ്കുളം ക്ഷേത്രത്തിൽ മോഷണം.
പെരിഞ്ഞനം സെയ്തുമ്മ മെമ്മോറിയൽ ആയുർവേദ സബ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. വോളിബോളിൽ ചന്ദ്രാപിന്നി SN വിദ്യാഭവന് ഇരട്ട കിരീടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.